അറിഞ്ഞതാണ്, ഇതിന്റെ രുചി മനസ്സിലാക്കിയവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ലീഡേഴ്സും. സോ ബിസിനസ്സിലേക്ക് കടക്കുന്നു. ഇതൊരു 100% ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമാണ്. AI സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ പോകുന്ന ഒരു 100% ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന് യാതൊരു വിഡ്രോവൽ സ്വിച്ചും ഇല്ല. ഈ ഒരു സത്യമാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. പാടത്ത് പണി വരമ്പത്ത് കൂലി, ഇത് തന്നെയാണ്. ഇത് അവിടെ അങ്ങനെയുമില്ല. നമ്മുടെ കൺസെപ്റ്റില് പാടത്ത് പണിയെടുത്ത പാടത്ത് തന്നെ ഒതുങ്ങുന്നു. അതായത് ഓൺ ദി സ്പോട്ടാണ്, 100% നമ്മൾക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് സൈറ്റിൽ നമുക്കൊരു ലിസ്റ്റ് ഇല്ല, നമുക്ക് അതിന് വേണ്ടി അവർ അപ്രൂവ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട. നമ്മൾ പണിയെടുത്ത പൈസ നമ്മൾ കാത്തു നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയല്ല നമുക്കിപ്പോ നമ്മുടെ സ്മാർട്ട് BNB-യോട് നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൺ ദി സ്പോട്ട് അപ് ടു ടൈമിലാണ്, വെരി സെക്കൻഡ്സിൽ, മൈക്രോ സെക്കൻഡ് നമ്മുടെ ഇൻകം നമ്മുടെ ഒരു BNB ബിസിനസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ അധികം ഇതൊന്നും വലിച്ച് വാരിയൊന്നും പറയുന്നില്ല. നമ്മൾ ഇതിൽ ഒരു ഓപ്ഷൻ നമ്മൾ മനസ്സിലാക്കുക. വൈ ചൂസ് BNB സ്മാർട്ട്? നമ്മൾ എന്തുകൊണ്ട് BNB സ്മാർട്ട് ചൂസ് ചെയ്യും? ഒന്നുമില്ല, ട്രാൻസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ, ഒരു ന്യൂമെട്രിക്സിൽ പോകുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റ്, വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയാ, വളരെ സിംപ്ലിഫൈ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. BNB-യുടെ ഇന്നത്തെ റേറ്റ് 615 USD ആണെന്ന് തോന്നുന്നു. നമ്മള് അത് സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇവിടെ കമ്പനി തന്നെ പറയുന്നു, നമ്മുടെ പ്രൊജക്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ട്, 2 മാസം കൊണ്ട് എവരി 4138 BNB ഇവിടെ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു BNB-യുടെ റേറ്റ് $615 ആണെങ്കിൽ 4138 BNB ആണ്. എവരി 2 മന്ത്സ് അവർ പറയാം, ഒരു 4138, അടുത്ത 2 മാസം കൂടുമ്പോൾ 4138. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. വളരെ, അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ എഴുതി വെച്ചേക്കുന്ന ആ ഓരോ നോട്ട്സും ശരിക്കും അത് ഇപ്പോ റിയൽ ലൈഫിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മെയിനായിട്ട് ഞാൻ ഒരു BNB ടച്ച് ചെയ്ത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ. മറ്റുള്ളവർക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ 0.5 BNB വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 0.3 സംതിങ് വന്നിട്ടുണ്ട്, 0.442, അങ്ങനെ പല രീതിയിലുള്ള ഇൻകമും ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി 2 മന്ത്സ് നമുക്ക് 4138 BNB അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ കുറച്ച് നേരം ഉണ്ടെങ്കിലും ആ കുറച്ചു നേരം നമ്മളൊന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് കേൾക്കുക. ഇതിന്റെ കുറച്ച് ടേണിംഗ് പോയിന്റ്സും ചെറിയ ട്വിസ്റ്റുകളും ഞാൻ ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് GS പോയിന്റ്? നമുക്കത് ഗ്രാജുവലി സംസാരിക്കാവുന്ന നമുക്കൊരു കാര്യമാണ്. നമുക്കതിപ്പോ ചർച്ചയിൽ വെക്കണ്ട. അത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൊജക്ട് ഗ്രാജുവലി നമുക്കത് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ ഈ പറയുന്ന സ്മാർട്ട് BNB-യിൽ നമുക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടത് 0.04 BNB ആയിട്ട് മാറുന്നുണ്ട്. അത് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടുകയാണ്. അത് നമുക്ക് ആക്ടിവേഷനും വിഡ്രോളിനും എല്ലാം അത് നമ്മുടെ കയ്യിൽ ബാധകമാണ്. ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രൊജക്ട് ഓൾറെഡി ഡിപ്ലോയ് ചെയ്തപ്പോൾ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ BP20 ഡിപ്ലോയ് ചെയ്തപ്പോൾ തന്നെ പ്രൊജക്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഫുൾ എടുത്തേക്കുന്നത് Web20 സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഇതിന് മൊത്തം ഏറ്റെടുത്തേക്കുന്നത്. അപ്പോ നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞ ഗ്യാസ് ഫീ കംപ്ലീറ്റ് പോകുന്നത് Web20യിലേക്കാണ്. ഇവിടെ കമ്പനി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, മിക്കവാറും കമ്പനികളിൽ 10% സർവീസ് ചാർജ്, അഡ്മിൻ ചാർജ്, 20% വേറെ അഡ്മിൻ ചാർജ് എന്ന് വെച്ചിട്ട് പല രീതിയിലുള്ള കട്ടിങ്സ്, ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇൻകം, നിങ്ങൾ കൊടുക്കേണ്ട സർവീസ് ചാർജ് നെറ്റ്വർക്കിന് മാത്രമാണ്. അത് കോൺട്രാക്ടിന് നമ്മൾ കൊടുക്കുന്ന സർവീസ് ചാർജ് ആണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇവിടെ കട്ടിങ്. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. 0.04 എന്നുള്ള ഈ ഒരു കൺസെപ്റ്റില് നമുക്ക് 0.01 ഇത് നമുക്ക് റെഫറൽ കമ്മീഷൻ ആയിട്ടും, 0.03
ഇത് ടീമിലേക്കുമാണ് പോകുന്നത്. രണ്ട് ഡിസ്ട്രിബ്യൂഷനുള്ളൂ, വളരെ സിമ്പിൾ ആണ്. റെഫറൽ കമ്മീഷൻ ആൻഡ് ലെവൽ കമ്മീഷൻ. അതായത് നമ്മുടെ 2 മെട്രിക്സിലെ ലെവൽ കമ്മീഷൻ അപ്പുറം നമ്മുടെ റെഫറൽ കമ്മീഷനുമാണ് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പൈൻ ലെവൽസ്. നമ്മുടെ പൈൻ ലെവൽസ് ഇത് പറയുമ്പോൾ ഇവിടെ 0.03 ആണ്, ആക്ച്വലി 0.04 ആണ്. പക്ഷെ ബൈ ലെവലിൽ പോകുമ്പോൾ 0.03 ആയിട്ടാണ് ഫസ്റ്റ് ലെവൽ നമ്മൾ ബൈ ചെയ്യേണ്ടത്. സെക്കൻഡ് ലെവല് 0.05, തേർഡ് ലെവല് 0.1, ഫോർത്ത് ലെവല് 0.5, ഫിഫ്ത്ത് ലെവലില് 1 BNB, ആറാമത്തെ ലെവലില് 3 BNB, സെവൻത്ത് ലെവലില് 7 BNB, എട്ടാമത്തെ ലെവലില് 12 BNB, ഒൻപതാമത്തെ ലെവലില് 15 BNB-യും, പത്താമത്തെ ലെവലില് 25 BNB-യും, 11ാമത്തെ ലെവലില് 30 BNB-യും, 12ാമത്തെ ലെവലില് 39 BNB-യും. ഓക്കെ, നമ്മളിങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോ ചേടാ ഇത് BNB 1 BNB 3 BNB എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ റേറ്റ് എന്ന് വന്നിട്ട് $615. ഇത് എങ്ങനെ കൊടുക്കാൻ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും? വളരെ സിമ്പിൾ. നമ്മൾ ഈ പ്ലാനിന്റെ അവസാനം വരെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 39 BNB ഒക്കെ നമുക്ക് കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടാണ് കമ്പനി ഈ ഒരു വർക്കൗട്ടേഷൻ തന്നെ ചെയ്തേക്കുന്നത്, സ്ട്രക്ചർ ചെയ്തേക്കുന്നത് തന്നെ അതിഗംഭീരമായിട്ടാണ്. അവർ ഈ 39 BNB പോണത് പോലും ഞങ്ങൾ അറിയില്ല. അതേപോലത്തെ ഒരു വേയിലേക്കുമാണ് കമ്പനി ഇത് മൂവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബൈയിങ് ലെവൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി സെൽ ലെവൽസ്. അതായത് നമ്മളിപ്പോ ബൈ ചെയ്തു, ഇനി നമുക്ക് ഇൻപുട്ട് എടുക്കണം. ഇൻപുട്ട് എടുക്കണമെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ലെവൽ 1ല് ഞാൻ പറഞ്ഞു ഇതൊരു 2 മെട്രിക്സിൽ പോകുന്ന ഒരു സ്പിൽ ഓവർ പ്ലാൻ ആണ്. ഈ സ്പിൽ ഓവർ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവസാനം അത് പറഞ്ഞു തരാം. അത് മിക്കവാറും ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഗ്ലോബൽ സ്പിൽ ഓവർ എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയൊരു കാര്യങ്ങളും കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന്, ഫസ്റ്റ് ലെവലില് നമ്മൾ ജോയിൻ ചെയ്തു, നമ്മളുടെ താഴെ സ്പിൽ ഓവറിൽ നമ്മുടെ ലീഡേഴ്സിന്റെ കെയർ ഓഫിൽ നിന്നോ എവിടെയെങ്കിലും നിന്നോ നമുക്ക് നമ്മുടെ ഡയറക്ട് ലീഡേഴ്സിന്റെ അപ്ലൈൻ ആൻഡ് സൂപ്പർ അപ്ലൈൻ അതിന്റെ മേളിൽ വന്ന ഡയറക്റ്റ് വന്ന കസ്റ്റമർ നമ്മുടെ ലെഫ്റ്റും റൈറ്റുമായിട്ട് പോസ്റ്റിംഗ് വന്നാൽ നമ്മൾ റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് വരുന്ന വരുമാനമാണ് 0.03 × 2. അതായത് ലെഫ്റ്റും റൈറ്റും വന്ന ബിസിനസ്സിൽ നമുക്ക് 0.06 BNB ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒരു വ്യക്തി ഇപ്പൊ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തതിന് ശേഷം അവർ മാക്സിമം ഒരു 1 വീക്ക് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവര് വിത്തൗട്ട് എനി വർക്ക്, വിത്തൗട്ട് എനി എഫേർട്ട് അവരെടുത്തില്ലെങ്കിൽ പോലും അവർക്ക് 0.06 അവർക്ക് എന്തായാലും അവരുടെ കയ്യിലേക്ക് സുരക്ഷിതമായിട്ട് എത്തും. കാര്യം ഇത് അതേപോലെ ടീം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവര് ഇൻവെസ്റ്റ് ചെയ്ത 0.04 പകരം അവർക്ക് 0.02 എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് യാതൊരു നഷ്ടസാധ്യത ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ലെവലില് സപ്പോസ് ഇപ്പോ 0.06 വന്നു. ഓക്കെ, നമ്മൾ 0.06 തന്നെ നിൽക്കുകയാണ്. നമ്മൾ വാലറ്റും തുറന്നിട്ടില്ല, ഒന്നും തുറന്നിട്ടില്ല. സോ സെക്കൻഡ് ലെവലില് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ലെവലിൽ 4 പേര് വന്ന് ജോയിൻ ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു സ്പിൽ ഓവർ ബിസിനസ് ആണ്. നമ്മുടെ അപ്ലൈൻ, സൂപ്പർ അപ്ലൈൻ, വെരി സൂപ്പർ അപ്ലൈൻ ഇങ്ങനെയുള്ളവരുടെ ബിസിനസ്സുകൾ നമ്മുടെ താഴെ അവരുടെ വേക്കൻറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ താഴെ പ്ലേസ്മെന്റ് ആവുന്ന രീതിയിലുള്ള ഒരു അൽഗോരിതമാണ് കമ്പനി ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തിയുടെ താഴെ 4 മെമ്പർ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് സെക്കൻഡ് ബൈ ലെവൽ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. 0.04 നിന്ന് 0.05ലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. സപ്പോസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി 0.06 കിട്ടിയ ആ വ്യക്തി അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ 0.05 വെച്ചിട്ട് 4 പേരുടെ കയ്യിൽ നിന്നുള്ള ഇൻകം ആരാണോ ആ വ്യക്തിയുടെ മേലുള്ള അപ്ലൈൻ, ഈ അപ്ലൈന് തീർച്ചയായിട്ടും അത് പോയിരിക്കും. അപ്പോ ചില ചോദ്യങ്ങൾ ഇന്ന് വന്നു, ഇത് നേരെ കമ്പനിയിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും അല്ല. കമ്പനി, ഞാൻ നേരത്തെ ഒരു GS കോന്റെ ഒരു കാര്യം കാണിച്ച് ഞാനത് സ്ക്രോൾ ചെയ്ത് കളഞ്ഞു. കമ്പനി ഇവിടെ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത് കമ്മ്യൂണിറ്റിയാണ്. 100% കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഇൻകം കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. കമ്പനിക്ക് കിട്ടും. എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാല് നമ്മള് സപ്പോസ് 12ാമത്തെ ലെവൽ ഒരാൾ വന്നു, അയാൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് അയാളുടെ മേളിലെ ലീഡർ, അതായത് 11ാമത്തെ അപ്ലൈന് അയാൾ അത് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അത് നേരെ പോകുന്നത് 10ാമത്തെ അപ്ലൈനാണ്. ആ 10ാമത്തെ അപ്ലൈൻ ചെയ്തില്ലെങ്കിലും അത് പിന്നെ പോകുന്നത് 9ാമത്തെ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത്
അപ്ഗ്രേഡ് ചെയ്യാതെ വരുമ്പോൾ ഇത്രയും ഈ 12, 11 മുതൽ മേളിലേക്ക് 1 വരെ ആൾക്കാർ ചെയ്തില്ലെങ്കിൽ മാത്രമാണ് ഇത് ഫസ്റ്റ് ഐഡിയിലേക്ക് കൺവേർട്ട് ആവണം. അതുവരെ കമ്പനി വെയിറ്റ് ചെയ്യാനാണ്. കാര്യം ഇത് ഒരിക്കലും പോസിബിൾ അല്ല. കാര്യം ഇവിടുന്ന് ഒരാളെങ്കിലും ഈ 1 to 12 ഇവിടെ വരെ ആരെങ്കിലും ഒരാളെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിരിക്കും. അപ്പോ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഇൻകം വന്ന് കയറും. ഇത് ബോണസാണ്. ഒരിക്കലും കമ്പനി ആ ഒരു ഇൻകം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് നമ്മൾക്ക് തന്നെ ഉള്ളതാണ്. സോ തേർഡ് ലെവൽ നമുക്ക് നോക്കാം. ബൈയിങ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 0.1 ആണ് പറഞ്ഞേക്കുന്നത്. 0.1 വരുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെവലിൽ ഓൾറെഡി 2 കഴിഞ്ഞു, 2ൽ 4 കഴിഞ്ഞു. 4 വന്നപ്പോ 0.05 വെച്ചിട്ട് 4 പേരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് 100% കമ്പനി തരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ അപ്ഗ്രേഡേഷൻ. മൂന്നാമത്തെ ലെവലിൽ വന്നേക്കുന്ന ടീം മൂന്നാമത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 8 പേരാണ് അവിടെ നിരന്ന് നിൽക്കുന്നത്. 8 പടയാളികളാണ് അവിടെ വരുന്നത്, ഗ്ലാഡിയേറ്റേഴ്സ്. ഈ 8 പേരുടെ കയ്യിലും 0.01, അതായത് അപ്രോക്സിമേറ്റ് 6000 രൂപ കിട്ടിക്കോ. 8 പേരുടെ കയ്യിൽ നിന്ന് 6000 രൂപ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് ലെവൽ പ്ലാനുണ്ട് ഈ 3 ലെവൽ വരെയുള്ള ഗുണം. ഞാൻ ഈ 3 ലെവൽ ആയപ്പോ തന്നെ ഒരു BNB ഞാൻ കവർ ചെയ്തു. മനസ്സിലായോ? അപ്പോ ഈ 8 ലെവലില് ഈ പറഞ്ഞ മൂന്നാമത്തെ ലെവലില് 0.1 വെച്ചിട്ട് 0.1 വെച്ചിട്ട് ഇൻറ്റു 8 മെമ്പേഴ്സ് 0.8 BNB നമ്മുടെ കയ്യിൽ സേഫ് ആണ്. പക്ഷേ നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സത്യം. ബിക്കോസ് ഇതൊരു അപ്ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ഈ ഒരു സിസ്റ്റം അപ്ഗ്രേഡിങ്ങിലൂടെ മാത്രമാണ് എല്ലാവർക്കും വരുമാനമുള്ളൂ. എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യുക. ഒരാൾ പോലും മിസ് ഇൻകം ആക്കരുത്, ഒരു ഇൻകം പോലും മിസ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇനി 4th ലെവലില് ഇപ്പൊ നമ്മൾ 8 പേരുടെ കഥ പറഞ്ഞു. നെക്സ്റ്റ് 4th ലെവലിലേക്കാണ് വന്നേക്കുന്നത്. 4th ലെവലില് 4ാമത്തെ ലെവലിൽ വരുന്നത് 16 പേരാണ്. ഈ 16 പേര് നമ്മൾ 4ാമത്തെ അപ്ഗ്രേഡ് നമ്മൾ കൊടുക്കുന്നത് 0.5 ആണ്. അതായത് പകുതി BNB, ഏകദേശം $300 മേലെയുള്ള BNB ആണ് നമ്മൾ 4ാമത്തെ അപ്ഗ്രേഡിന് വേണ്ടി കൊടുക്കുന്നത്. നമ്മളത് റിസ്ക് എടുത്ത് ഞാൻ ഇന്ന് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ താഴെ, അതായത് 4ാമത്തെ ലെവലിൽ ഏകദേശം 8 കഴിഞ്ഞ 16 മെമ്പേഴ്സ്. ഈ 16 മെമ്പേഴ്സും ഈ 0.5 അപ്ഗ്രേഡ് ചെയ്താൽ എന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 8 BNB ആണ്. 8 BNB. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി, അതായത് പ്രൊജക്ട് ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്, എവറി 2 months നമുക്ക് 4138 BNB അച്ചീവ് ചെയ്യാം. ഇത് ആദ്യമേ പ്ലാൻ കേൾക്കാത്ത ആൾക്കാർ പറയും വേറെ പണിയുണ്ടാന്ന് നോക്കാൻ വേണ്ടി പറയുള്ളൂ. കാര്യം 4138 ചെയ്യുമ്പോൾ ഒരു BNB നമുക്ക് എടുക്കാൻ വേണ്ടി തന്നെ എന്തോരം കഷ്ടപ്പെടണം. ഈ പ്ലാനിലൂടെ ഒരു സക്സസ് ആകും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് 4ാമത്തെ ലെവലില് 16 പേര് നിരന്ന് നിൽക്കുമ്പോൾ ഈ 16 പേരും 4ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ 16 പേരുടെ കയ്യിൽ നിന്ന് 8 BNB ആണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നത്. അതൊരു വലിയ ഹ്യൂജ് ഇൻകമാണ്. ഏകദേശം ഒരു 6 lakhs എബോവ് ആയി. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ 4th ലെവലിലാണ് നമുക്ക് ഈ ഇൻകം വന്നേക്കുന്നത് മനസ്സിലാക്കുക. ഇനിയും കിടക്കുന്നുണ്ട് ഒരു 6ഓളം 8ഓളം ലെവൽസ് ഇനിയും കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ 5th ലെവലില് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, 32 പേരില് നമുക്ക് വരുന്നതാണ് ഈ 32 BNB വെച്ച് വരുന്നതാണ് നെക്സ്റ്റ് പ്രോഫിറ്റ്. 32 പേരാണ് കേട്ടോ. 32 പേരുടെ കയ്യിൽ നിന്നാണ് പിന്നെ നമുക്ക് BNB കവർ ആകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോക്കുക 4th അതായത് നമ്മൾ 5th ലെവലിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ മെട്രിക്സ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. 5th 6th 7th 8th 9th 10th 11th ഇവിടെ വരെ നമുക്ക് വരുന്നത് 64. ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഞാൻ നെക്സ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ഈ ഒരു പേജ്, നെക്സ്റ്റ് ലെവൽ പേജ്, ഒരു മാജിക് മാറ്റേഴ്സ് എന്നുള്ള പേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞാൻ ഇവിടെ തരാം. ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് ലെവൽ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പുതിയ മെമ്പേഴ്സിനോടാണ്, പഴയ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി അറിയാൻ പാടില്ലാത്ത പുതിയ മെമ്പേഴ്സിനോടാണ് ഈ ഒരു ട്വിസ്റ്റ്. ഈ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ആൾക്കാർ വരത്തുള്ളൂ. ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സാധാരണ കമ്പനികളിൽ 1 മുതൽ 12 ലെവൽ വരെ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് പാർട്ട്നേഴ്സ് എന്നുള്ള ലെവൽ, ആ ഒരു പിക്ചറിലേക്കാണ് നോക്കുന്നത്. പാർട്ട്നേഴ്സ് എഴുതിയിട്ടുണ്ട് 3ാമത്തെ കോളം. ആ കോളമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണ കൺസെപ്റ്റില് 2, 4, 8, 16, 32
64. 64 കഴിയുമ്പോൾ സാധാരണമായിട്ട് വരുന്നത് 128 എട്ടാമത്തെ ലെവൽ വരുന്നത് 256. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണ്. എന്തുകൊണ്ട് 64 കഴിഞ്ഞിട്ട് 128 വന്നില്ല? ഇവിടെയാണ് ഈ കമ്പനിയുടെ ഒരു മാജിക് ട്വിസ്റ്റ് കമ്പനി ചെയ്തത്. അതായത് സ്പീഡ് വർക്കൗട്ടേഷൻ ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ പണിയുള്ളത് വെറും 6 ലെവൽ മാത്രം. ഈ 6 ലെവൽ നമ്മൾ ബിസിനസ് ചെയ്താൽ ബാക്കിയുള്ള 6 ലെവല് കണ്ണുകൂട്ടി തുറക്കണ മുമ്പ് അത് ഫില്ലാവും. ഈ 6 ലെവലാണ് നമ്മുടെ ടാസ്ക്. ഏത് ജോബിലും അതിൻ്റെതായിട്ടുള്ള ടാസ്ക് ഉണ്ട്. ഈ ടാസ്ക് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ പറയുന്ന 6 ലെവലിലാണ്. നമ്മൾ ശ്രദ്ധിച്ചോളൂ. 2, 4, 8, 16, 32, 64. 64 കഴിയുമ്പോൾ 2. ഈ 2 എവിടെ നിന്ന് വന്നു? സിമ്പിൾ. നേരെ റീസൈക്കിൾ. കമ്പനി നേരെ റീസൈക്കിൾ ആണ്. അതായത് നമ്മുടെ ടീം, നമ്മുടെ മേളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ സഹകരിച്ച, നമ്മുടെ ഫോളോ ചെയ്ത ആ 2 വ്യക്തികൾ, ആ 2 മഹത് വ്യക്തികൾ തന്നെയാണ് 7ാമത്തെ ലെവലിലും നമ്മളെ ഫോളോ ചെയ്ത് ലെഫ്റ്റും റൈറ്റുമായിട്ട് പ്ലേസ്മെന്റ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാന്നുള്ളൂ ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആണ്. അതായത് ഈ ഒരു 12 ലെവല് കവർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 2 മാസം നമ്മൾ നാഞ്ഞു പിടിച്ചാൽ ഈ പറഞ്ഞ 4138 ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു 6 ലെവല് വരെയും ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും അവരുടെ സാമ്പത്തിക ഭദ്രത, നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കുട്ടികളുടെ പഠിപ്പ്, നമ്മുടെ വീട്ടിലെ മറ്റുള്ള ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും ഇനി വരാൻ പോകുന്ന ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോയാണ്. ക്യാഷ് പരമായിട്ടാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഒരുപാട് പഴയ കൊറോണ പോലെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഈ യുദ്ധത്തിന് പൊക്കത്ത് നമുക്ക് ഇപ്പോ. സോ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ 2 മാസം നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ, 2 മാസം നമ്മളൊന്ന് വേറൊരു ലെവലിലേക്ക് വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ 6 ലെവൽ വരെയും നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക. 6ാമത്തെ ലെവല് ഫിനിഷ് ആയി കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന 2 മെമ്പർ തന്നെയാണ്. ഈ 4 മെമ്പർ ആരാന്ന് വെച്ചാൽ സെക്കൻഡ് ലെവലിൽ വന്ന 4 മെമ്പറും തേർഡ് ലെവലിൽ വന്ന 8 മെമ്പറും പിന്നെ 16 മെമ്പർ നമ്മുടെ 4th ലെവലിൽ വന്നിട്ടുണ്ട്. അതേ ആൾക്കാർ തന്നെയാണ് നമ്മുടെ 10ാമത്തെ ലെവലിലും വന്നത്. ഈ 11ാമത്തെ ലെവലിൽ വന്നേക്കുന്നത് നമ്മുടെ 5ാമത്തെ ലെവലിൽ വന്നേക്കുന്നത് 32 പേരാണ്. ലാസ്റ്റ് 12ാമത്തെ ലെവലിൽ വന്നേക്കുന്നത് നമ്മുടെ 6ാമത്തെ ലെവലിൽ നിന്ന് 64 പേരാണ്. ഇവിടെ 6 ലെവലില് 64 പേര് ഫ്രഷേഴ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ 2, 4, 8, 16, 32, 64 ഇതാണ് ഒരാളിന്റെ ട്രീ ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു കൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മന്ത് നമുക്ക് ബാക്കിയുള്ള അത് നെക്സ്റ്റ് മന്ത് വേണ്ട, വളരെ സ്പീഡില് അടുത്ത 12 ലെവലും ടച്ച് ചെയ്യാനായിട്ട് വലിയ താമസമൊന്നുമില്ല. വളരെ സ്പീഡാണ്. ഇതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ മിനിമം നമുക്കൊരു എന്താ പറയുക, ഒരു 1000 BNB എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനി പറഞ്ഞേക്കുന്ന കമ്പനി നമുക്ക് ഓഫർ ചെയ്തേക്കുന്നത് നമുക്ക് 4138.41 BNB ആണ് നമ്മുടെ സേവിങ്സ്. ഓക്കെ, നമുക്ക് ഇത്രയൊന്നും വേണ്ടതേ. ഇതിന്റെ ഒരു 10% കൂട്ടിയാൽ പോലും 400 BNBക്ക് മേലെയായി. ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് $615 എബവ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട്. ഡിസംബറിനുള്ളിൽ ഏകദേശം $1000 ടച്ച് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഇപ്പോ നമുക്ക് വന്നു കിട്ടിയത്. കാര്യം ഓൾറെഡി $1500 മേലെ കവർ ചെയ്ത് പോയ BNB ആണ് ഇപ്പോ തിരിച്ച് 600 സംതിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഇത് തിരിച്ച് അവിടെ എത്താനും വലിയ താമസമില്ല. മാക്സിമം ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു, എത്രയും പെട്ടെന്ന് കുറച്ച് BNB കളക്ട് ചെയ്ത് വെച്ചോളൂ. കളക്ട് ചെയ്ത് വെച്ചാൽ ഇത് നാളെ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ഒരു എന്താ പറയാ, ശരിക്കും ഒരു അത്താണിയായിട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് BNB നമുക്ക് വന്നേക്കുന്നത്. അപ്പോ ഞാൻ ഈ പറയുന്ന ലെവല്, ഇതിന്റെ ട്വിസ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ 10 ഡയറക്റ്റ് കമ്പ്യൂട്ടർ ലോഞ്ചിങ് ബോണസ് ആണ് കമ്പനി കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഈ 10 ഡയറക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ
ഇത് ഒരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കാര്യം കമ്പനിയുടെ കയ്യിൽ യാതൊരു ഇൻകവും നമ്മുടെ കയ്യിൽ നിന്ന് കയറുന്നില്ല. ഒരു സർവീസ് ചാർജോ ഒരു അഡ്മിൻ ചാർജോ മറ്റൊന്നും തന്നെ കമ്പനിയുടെ കയ്യിൽ വന്നില്ല. കമ്പനിയുടെ കയ്യിൽ നിന്ന് പ്രൊജക്ടിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു ഇൻകം ആണ് മാക്സിമം നമുക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്തേക്കണം. അത് നമ്മുടെ റെഫറലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് 10 ഡയറക്ട് റെഫറൽ വെച്ച് 0.01. കാര്യം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ ഓൾറെഡി 0.01 വെച്ചിട്ട് 10 പേരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് പുറമെ കമ്പനി അതെനിക്ക് കിട്ടിട്ടോ, അത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പില്ല, സോറി ഞാൻ മറന്നുപോയതാണ്. 0.01 ഓൾറെഡി കമ്പനി നമുക്ക് 10 ഡയറക്ട് വെക്കുമ്പോൾ കിട്ടുന്നുണ്ട്. രണ്ടാമത് 25 ഡയറക്ട് നമുക്ക് ഡയറക്ട് വന്നു കഴിഞ്ഞാൽ 0.02 BNB നമുക്ക് സെപ്പറേറ്റ് ആണ്. പിന്നെ 50 റെഫറൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.05 BNB, 100 റെഫറൽ വെച്ച് കഴിഞ്ഞാൽ 0.2 BNB, 250 റെഫറൽ വെച്ച് കഴിഞ്ഞാൽ 0.5 BNB, 500 റെഫറൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 BNB, 1000 ഡയറക്ട് വെച്ച് കഴിഞ്ഞാൽ 5 BNB. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ചെയ്യുക, നമ്മൾ മാക്സിമം 1 അവർ വളരെ സ്പീഡിൽ പോകാനായിട്ട് 1 അവർ ഈ പറഞ്ഞ 10 റെഫറൽ വെച്ചിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ 4038 BNB കടക്കാൻ പറ്റുമെന്നുള്ള വളരെ വലിയൊരു വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ എനിക്കിതില് കൂടുതലൊന്നും നമുക്ക് ഈ ഒരു വേദി എനിക്ക് സംസാരിക്കാനില്ല. കാര്യം ആകപ്പാടെ ചെറിയൊരു PDF ആണ്. ചെറിയൊരു പ്ലാനിങ് കൊണ്ട് വലിയൊരു വരുമാനമായിട്ടാണ് നമ്മുടെ BNB സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ മുമ്പിലേക്ക് 23-ാം തീയതി ലോഞ്ച് ചെയ്യപ്പെട്ടു. ഭാഗ്യം എന്ന് പറയട്ടെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മള് കുറച്ചു പേര് ഇതിൽ വന്നേക്കുന്ന പല ആൾക്കാരും സ്റ്റാർട്ടിങ്ങിൽ തന്നെയുണ്ട്. അതിന്റെ റിസൾട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വാലറ്റിൽ ഷോ ചെയ്തതിന്റെയും ഇന്നലെയും ഇന്നുമായിട്ട് അപ്ഗ്രേഡിന്റെ പെരുമഴയായിരുന്നു. എല്ലാവർക്കും വരുമാനം, എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് ഗ്രൂപ്പ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അത് തെളിയിച്ചതാണ്. സോ വേറെ ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ ഇത് മെയിൻ ശ്രദ്ധ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവരുടെ വാലറ്റ് ഇടക്കിട്ടൊന്ന് തുറന്നു നോക്കുക. ആ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റെഫറൽ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യുക. കാരണം ഈ ഒരു മാറ്റർ പറഞ്ഞ് ഞാൻ അവസാനം ചെയ്ത് വന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 0.06 കിട്ടിയിട്ടും അപ്ഗ്രേഡ് ഒരു 60 days ടൈം പീരീഡ് ആണ് ഫസ്റ്റ് ആ ഒരു അപ്ഗ്രേഡ് കമ്പനി കൊടുക്കുന്നത്. ഇവര് അവിടെ എന്താ പറയാ, അവര് പ്രൊമോഷൻ നടത്തുന്നില്ല എന്നുള്ള ആ ഒരു ഇതില് ഓട്ടോമാറ്റിക്കലി ആ സൈറ്റ് ഓൾറെഡി ബ്ലോക്ക് ചെയ്യപ്പെടും. ഇത് അതിന് ഓൾറെഡി സൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ ആ ഒരു രൂപത്തിലാണ്. 60 ദിവസമാണ് നമ്മുടെ ടൈം പീരീഡ് ഫസ്റ്റ് 0.04 BNB. ഇത് കമ്പനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇത് നമ്മുടെ ലീഡേഴ്സിന് തന്നെ കിട്ടിയേക്കണം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ കാര്യം ഇവിടെ വന്ന ആൾക്കാർ 0.04 മുടക്കിയിട്ട് 4030 ചെറിയൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് 1 BNB നിന്ന് എന്താണ് അപ്ഗ്രേഡേഷൻ, ആ അപ്ഗ്രേഡേഷൻ എങ്കിലും മിനിമം നമ്മൾ ചെയ്യും. അത് ചെയ്ത് പിന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ്. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലാസ്റ്റത്തെ 39 BNB 11ാമത്തെ ലെവലില് നമുക്ക് 960 BNB ആണ് കിട്ടുന്നത്. ഈ 960 BNB എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് ഈ 39 BNB ഒക്കെ പോകണമെന്ന് നമ്മൾ അറിയത്തില്ല. കാര്യം 960 BNB വരെ കമ്പനി തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 39 BNB കൊടുക്കാൻ വലിയ വിഷമമൊന്നും ആർക്കും ഇല്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2498 BNB ആണ്. നിസ്സാരമല്ല. ലാസ്റ്റ് സ്റ്റേജിലാണ് 2498 BNB നമുക്ക് കിട്ടും. അപ്പോ ഇതൊരു സക്സസിലേക്കുള്ള പുറപ്പാടാണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ